സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബോഡിക്കടുത്ത് അടുത്ത് നിന്ന് കിട്ടിയ പ്രിയങ്കയുടെ ആ ബാഗിലെ വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം കണ്ട് പ്രിയങ്ക തന്നെയാണ് മരണപ്പെട്ടതെന്ന് രാധിക ഉറപ്പിക്കുവാണ്. ഇതറിയുന്ന രാധികയാണെങ്കിൽ അവിടെ തളർന്നു വീഴുവാണ് കേട്ടോ. ഈ സമയം വരനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സൂര്യ അറിയിക്കുന്നുണ്ട്. ഇതറിയുന്ന സൂര്യനും ടെൻഷനിൽ ഓടിപ്പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇവരുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ച് ചന്ദ്രശേഖരനും ഉണ്ടാകും. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്ക അന്വേഷിച്ചു പോയ രാധികയുടെ ഒരു വിവരവും ഇല്ലാത്ത ടെൻഷനിൽ യശോദ വരണിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അന്നേരം വരണാണെങ്കിൽ അമ്മയുടെ കോള് കാണുമ്പോൾ ടെൻഷനാകുവാണ്. ഈ സമയം രാധിക കരഞ്ഞുകൊണ്ട് പറയണേ, ഈശ്വര, അമ്മയോട് ഈ കാര്യം ഞാൻ എങ്ങനെ പറയും? അമ്മയും അച്ഛനും ഇതറിയുമ്പോൾ എങ്ങനെ സഹിക്കും? എനിക്ക് ആലോചിച്ചിട്ട് തലക്ക് ഭ്രാന്തി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് കരയുവാണ്. അന്നേരം അവരോട് സമാധാനിപ്പിക്കുന്നുണ്ട്. എടോ, താൻ ടെൻഷനാവാതെ അങ്ങനെ പറഞ്ഞ് യശോദയുടെ കോൾ അറ്റൻഡ് ചെയ്യുവാണ് കേട്ടോ വരുൺ. ഹലോ അമ്മേ. അന്നേരം യശോദ ചോദിക്കണേ, മോനെ, രാധിക മോള് അടുത്തുണ്ടല്ലേ? അയാൾ എൻ്റെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ പ്രിയങ്ക അന്വേഷിക്കുമായിരുന്നു. അത് പിന്നെ പ്രിയങ്ക എന്നും പറഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ വരുൺ. പിന്നീട് വരുണും സൂര്യയും രാധികയും കൂടി ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ച് നിൽക്കുമായിരിക്കും. സൂര്യ പറയണേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്താ പ്രിയങ്കയ്ക്ക് സംഭവിച്ചത്? നമ്മളിങ്ങനെ ഈ കാര്യം വീട്ടിലറിയിക്കും. അങ്ങനെ ഒരു ടെൻഷനിൽ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ചന്ദ്രശേഖരൻ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ അവരെ കൊണ്ട് ചോദിക്കണേ, അല്ല നിങ്ങളെന്താ എല്ലാവരും ഇവിടെ? എന്തുപറ്റി? എന്താ എല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ പോലെ? എന്തുപറ്റി വരുൺ എന്ന് ചന്ദ്രശേഖരൻ കാര്യങ്ങൾ ചോദിക്കുവാണ്. ഈ സമയം വരുണും സൂര്യയും രാധികയൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. പിന്നീട് പ്രിയങ്കയുടെ കത്തിക്കരിഞ്ഞ ബോഡി ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ബോഡി കൊണ്ടുവരുന്നത് കാണുന്നതും രാധിക ആ ബോഡിയെ കെട്ടിപ്പിടിച്ച് പ്രിയെന്നും വിളിച്ച് പൊട്ടിക്കരയുവാണ്. ഈ സമയം ഇത് കണ്ട് വരുൺ രാധികയെ ആശ്വസിപ്പിച്ച് അരികെ തന്നെ നിൽക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്